അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. രണ്ട് കാലഘട്ടങ്ങളെ ഒറ്റ വാക്യത്തിനകത്ത് പൗലോസ് വ്യക്തമാക്കുകയാണ്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പ് ജീവിക്കുന്ന ഒരു കാലം. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ദൈവം മറ്റൊരു കൂട്ടത്തെ ഒരു ശേഷിപ്പായി നിർത്തിയ മറ്റൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19:18 കാണുന്നത്. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ബാലിന് മുട്ടുകുത്താത്ത 7000 പേർ, അവനെ ചുംബനം ചെയ്യാത്ത വായുള്ള 7000 പേർ അന്ന് ഇസ്രായേലിൽ ശേഷിച്ചിരുന്നു. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ശേഷിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും കൃപയാൽ ഉള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരു ശേഷിപ്പ്. എല്ലാ കാലത്തിലും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു ശേഷിപ്പുണ്ട്. എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് ആ ശേഷിപ്പിലൂടെയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശേഷിപ്പിനെയാണ് ദൈവം ഒരത്ഭുതമാക്കി മാറ്റുന്നത്. പ്രധാനമായും 2-3 കാര്യങ്ങൾ മാത്രം സമയപരിമിതികൾ കൊണ്ട് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെ മനോഹരമായ നിലയിൽ വളരെ അനുഗ്രഹീതമായ ദൈവവചനവും വെളിപ്പാടും പ്രവചനവും ആലോചനകളും പരിശുദ്ധാത്മാവും നമ്മുടെ ഇടയിൽ കൈമാറിക്കഴിഞ്ഞു. എന്നാൽ ഞാൻ എന്താണെന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നതെന്നും കർത്താവ് എനിക്ക് നൽകിയ നിയോഗം എന്തു തന്നെയാണെന്നും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ അതിലേക്ക് വരികയാണ്. മർക്കോസിന്റെ സുവിശേഷം വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. വാതിക്കൽ പോലും നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ വലിയ പുരുഷാരം ആ വീട്ടിൽ വന്നുകൂടി. 3-ാമത്തെ വാക്യം പറയുന്നു, യേശു തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവനെ ചുമന്നവരുടെ, അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ സൗഖ്യമായി എഴുന്നേറ്റു. ഇതാ ഒരു തളർവാദ രോഗി, പക്ഷവാതം പിടിച്ചു കിടക്കുന്നവൻ, വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്നവൻ, ആരോഗ്യം അവനില്ല, ജോലി ചെയ്യാൻ അവന് കഴിയില്ല, അവനിൽ ബലമില്ല. ആരോഗ്യമില്ലാത്ത കാരണം കൊണ്ടും ബലഹീനനായതുകൊണ്ടും
ബന്ധങ്ങൾ പലതും അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതറിയണമെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരണം. വാരിയെറിയാൻ പണമുള്ളപ്പോൾ നിനക്കുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നിന്റെ ദാരിദ്ര്യത്തിൽ ഉണ്ടായി എന്ന് വരില്ല. വിഭവസമൃദ്ധമായ സത്യയും വിഭവങ്ങളും നിന്റെ വീട്ടിൽ വിളമ്പാനുള്ളപ്പോൾ വരുന്ന വിരുന്നുകാർ നിന്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങളിൽ വന്നെന്ന് വരില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഒറ്റപ്പെടലുകളുടെ നടുവിലാണ് ശരിക്കും മനസ്സിലാകുന്നത് ബന്ധം എന്താണെന്നും സ്വന്തം എന്താണെന്നും. കരടി വരുമ്പോഴാണ് മനസ്സിലാകുന്നത് മല്ലനെയും മാധേവനെയും. ദീർഘവർഷങ്ങളായി കിടക്കയിൽ തളർന്നു കിടക്കുന്ന ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒത്തിരി ബന്ധങ്ങൾ അവനെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയുമോ, അവനെ ചുമക്കാൻ, അവന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ അവന്റെ ബന്ധങ്ങൾ പലതും അവൻ ഇല്ലാതെ പോയപ്പോഴും പലരും അവനെ മറന്നു കളഞ്ഞപ്പോഴും ദൈവം അവന് വേണ്ടി 4 പേരെ ശേഷിപ്പിച്ചു. ആ 4 വ്യക്തികൾ അവന്റെ ജീവിതത്തിൽ എടുത്ത റിസ്ക് ആണ്. ചെറിയ റിസ്ക് അല്ല. അവനെ ചുമക്കണം. ആ വീട് വരെ അവനെ ചുമന്നുകൊണ്ട് നടക്കണം. ആ വീട്ടിൽ കയറാൻ ഇടമില്ലായകയാൽ വീട്ടുകാരനോട് അനുവാദം ചോദിച്ചോ? എനിക്ക് അറിഞ്ഞൂടാ. അനുവാദം ചോദിച്ചു കാണാം. ആ വീടിന്റെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ കട്ടിലോടെ അവനെ താഴേക്ക് ഇറക്കി വെച്ചു. ഇവരെടുത്ത റിസ്ക് ചെറുതാണോ? അവരെടുത്ത ഉത്തരവാദിത്വം ചെറുതാണോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകാൻ, ഒരു വ്യക്തി സൗഖ്യം പ്രാപിക്കാൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകാൻ എന്റെ പല ആവശ്യങ്ങളും തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ ദൈവസന്നിധിയിൽ വെക്കുന്ന ഒരു സമർപ്പണം ഉണ്ടല്ലോ, ആ സമർപ്പണ പലരുടെയും ജീവിതത്തിന് വിടുതലായി തീരുന്നത്. എല്ലാ ചെറുപ്പക്കാരെ പോലെയും അടിച്ചു പൊളിച്ച് നടക്കാനുള്ള സകല സാഹചര്യങ്ങളും മുൻപിലുള്ളപ്പോഴും, ജീവിതത്തിലെ സകല നന്മകളും മുൻപിലുള്ളപ്പോഴും അതെല്ലാം വിട്ടെറിഞ്ഞ് ജീവനുള്ള ദൈവത്തിന്റെ വചനം കരങ്ങളിലെടുത്ത് അറിഞ്ഞ സത്യത്തിന് വേണ്ടി ചങ്കും നെറ്റിയും കൊടുത്ത് നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും വെല്ലുവിളികളുടെ നടുവിലും ഈ മലയാളക്കരയിൽ, എസ്പെഷ്യലി ഈ മലയാളക്കരയിൽ വെല്ലുവിളികളെ ഭയക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് കാഴ്ചപ്പാടുകൾ വെച്ചതാ ഇന്ന് 10,000ങ്ങളുടെ വിടുതലിന് കാരണമാകുന്ന ഈ ശുശ്രൂഷ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറയാമോ, വില കൊടുത്തവർ വിലപ്പെട്ടവരാണ്. വില കൊടുത്തവർ വിലപ്പെട്ടവരാണ്. ഇന്ന് ഇടുക്കിയിൽ ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ, ഈ കട്ടപ്പനയിൽ ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ ഒരുപക്ഷെ 100 കണക്കിന് ആൾക്കാർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു കാണാം. ഇന്നലെ രാത്രിയിലും ഇന്നലെ പകലും ഇന്ന് പകലുമായിട്ടൊക്കെ 100 കണക്കിന് രോഗികൾ ഇവിടെ സൗഖ്യം പ്രാപിച്ചു. ഇത് നിങ്ങൾക്കൊരു സത്യം അറിയോ? ഇതിന്റെ പിറകിൽ ഈ ദേശത്തിലെ ഒരുപാട് ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ദൈവദാസന്മാരുണ്ട്. ഈ ദേശത്തിന് ഒരു വിടുതൽ ഉണ്ടാകാൻ, ഇവിടുത്തെ അന്തരീക്ഷം, ആത്മീയ അന്തരീക്ഷത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകാൻ സ്വർഗമേ പ്രവർത്തിക്കണമേ എന്ന് ഇടിവിൽ നിന്ന ഒത്തിരി ഭക്തന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനകളുടെ മറുപടിയാണ് ഇന്ന് രാത്രിയിൽ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ശുശ്രൂഷ. വില കൊടുത്തവർ വിലപ്പെട്ടവരാണ്. പല ബന്ധങ്ങളും അവനെ വിട്ടുപോയപ്പോഴും അവന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ 4 വ്യക്തികൾ അവന്റെ ബന്ധത്തിൽ ദൈവം ശേഷിപ്പിച്ചതല്ലേ അവന്റെ ജീവിതത്തിന് തിരിവിന് കാരണമായേ. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ നിന്നോട് കർത്താവ് പറയുകയാണ്, ഞാനൊരു കാര്യം പറയുമ്പോൾ അതെന്റെ പ്രസംഗത്തിലുള്ളതല്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ആത്മാവ് അവിടെ വന്നിരിക്കുന്നവർക്കുള്ള
ഒരു ഡിക്ലറേഷൻ ആണ്. Thank you, Holy Ghost. Thank you, Holy Ghost. Thank you, Holy Ghost. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട് ആരും നിന്നെ സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും ഇന്ന് രാത്രി കേട്ടതുപോലെ നിനക്ക് വേണ്ടി ദൈവം ഒരു ബർന്നബാസിനെ ശേഷിപ്പിക്കും. നിനക്ക് വേണ്ടി ഒരു ബർന്നബാസിനെ ദൈവം ശേഷിപ്പിക്കും. ഞാനൊരു സംഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ ബൈബിൾ എടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി ആയിരുന്നെങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. നമുക്കറിയാം, അതിന്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ, അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. 3-ാം വാക്യം പറയുന്നു, അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കലൊന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ 1-ാമത്തെ വാക്യത്തിൽ അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി ആയിരുന്നെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ക്യാപ്റ്റൻ ഓഫ് ദി ഹോസ്റ്റ് ദ കിങ് ഓഫ് സിറിയ. സിറിയ എന്ന രാജ്യത്തിന്റെ പരമപ്രധാനിയായ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുന്ന മനുഷ്യനാണ് ഈ പറയപ്പെട്ട നയമാൻ. ഒരു രാജ്യത്തിന്റെ പ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവന്റെ ബന്ധങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോണിനകത്ത് കിടക്കുന്ന കോണ്ടാക്റ്റുകളല്ല നിങ്ങളുടെ ഫോണിനകത്തെ കോണ്ടാക്റ്റുകൾ. ഒരു മുഖ്യമന്ത്രിയുടെ ഫോണിനകത്ത് കിടക്കുന്ന കോണ്ടാക്റ്റുകളല്ല ഒരു സാധാരണക്കാരന്റെ ഫോണിനകത്തെ കോണ്ടാക്റ്റുകൾ. ഹല്ലേലൂയ. ഓരോരുത്തരുടെ നിലയും നിലവാരവും അനുസരിച്ചാണ് അവരുടെ ബന്ധങ്ങൾ. ചിലരുടെ അഭിഷേകം അനുസരിച്ചാണ് അവരുടെ ബന്ധങ്ങൾ. ചിലരുടെ വിളി അനുസരിച്ചാണ് അവരുടെ ബന്ധങ്ങൾ. ഈ നയമാനോടുള്ള ബന്ധത്തിൽ ഒത്തിരി ബന്ധങ്ങൾ അവനുണ്ട്. ഒരു സൈന്യത്തിന്റെ, ഒരു ആർമിയുടെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എല്ലാ ട്രീറ്റ്മെന്റുകളും ആ രാജ്യം അവന് സൗജന്യമായി കൊടുക്കും. ഏത് ഡോക്ടറെയും അവന് കാണാം, ഏത് ഹോസ്പിറ്റലിലും കയറി ചെല്ലാം, എന്ത് ട്രീറ്റ്മെന്റും എടുക്കാം. അവൻ പരാക്രമശാലിയും ശക്തനുമായിരുന്നു. പക്ഷേ അവന്റെ പദവികൾക്കോ അവന്റെ അധികാരങ്ങൾക്കോ അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഒരു ബന്ധങ്ങൾക്കും അവന് വിടുതൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ പ്രതീക്ഷിക്കാത്ത, അവന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത, ഒരു പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സംഭവം ലൈഫിൽ ഉണ്ടായി. ആ വീട്ടിനകത്ത് ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്ത വേലക്കാരിയായ ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ച് നയമാന്റെ ഭാര്യയോട് പറയുകയാണ്, സഹോദരി, മേഡം, അങ്ങ് ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ പേര് എലീശ എന്നാണ്. യജമാനനെ എലീശായുടെ അരികിലേക്ക് അയച്ചാൽ യജമാനന് സൗഖ്യം ഉണ്ടാകും. 2 കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ തിരുവെഴുത്തിലൂടെ അറിയിക്കുകയാണ്. ഒന്ന്, അറിഞ്ഞ സത്യത്തെ, അറിയാവുന്ന കാര്യത്തെ അധികാരിയുടെ മുൻപിലും മറച്ചു വെക്കാതെ അറിയിക്കുന്ന
ഒരു പെൺകൊച്ചിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അവൾ വീട്ടുജോലി ചെയ്യുന്നവളാണ്, അവൾ വേലക്കാരിയാണ്, അവൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, അവൾക്ക് ആ വീട്ടിൽ വലിയ അധികാരമില്ല. പക്ഷെ അവൾക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകുമെന്ന്. ഇന്ന് രാത്രി അത് അറിയാവുന്നവർ മാത്രമേ വെയിറ്റ് ചെയ്യാവൂ, കാരണം അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവൾക്കറിയാം പ്രാർത്ഥിച്ചാൽ അതിനകത്ത് സൗഖ്യം ഉണ്ടാകുമെന്ന്. അവൾക്കറിയാം ദൈവത്തിന്റെ അഭിഷിക്തന്മാർ കൈവച്ചാൽ അതിൽ വിടുതൽ നടക്കുമെന്ന്. അറിഞ്ഞ ഒരു സത്യത്തെ, അറിയാവുന്ന ഒരു വെളിപ്പാടിനെ, അറിയാവുന്ന ഒരു അനുഭവത്തെ വലിയ അമ്മാമയാണെന്നോ അച്ചായനാണെന്നോ നോക്കാതെ, കൊട്ടാരം കണ്ടപ്പം ദൂത് മാറ്റി പിടിക്കാതെ, ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറഞ്ഞ ആ പെങ്കൊച്ചല്ലേ ഒരു രാജ്യം മുഴുവൻ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അത് യഹോവയാണെന്നും അറിയിക്കാനുള്ളതിന്റെ കാരണം. ബിജി ഏഞ്ചൽ പാസ്റ്ററെ പോലെ ടിനു ജോർജ് പാസ്റ്റർ കിടന്ന് അലറി വിളിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് കൈയടിക്കാനിരിക്കുകയാണെങ്കിൽ മലയാളിയെ ഞാനത് നിർത്തിയെന്ന് മെനഞ്ഞാന്നേ പറഞ്ഞു. ഞാനത് മെനഞ്ഞാന്നേ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു കർത്തൃദാസനെ പോലെ വളരെ സ്ട്രെസ് എടുത്ത് എഫോർട്ട് എടുത്ത് ഞാൻ എന്താ അങ്ങനെ പറയുന്ന വെച്ചാൽ, അങ്ങനെ ഒത്തിരി പ്രസംഗിച്ച് എൻ്റെ വോക്കൽ കോഡ് വരെ അടിച്ചു പോയതാ. പക്ഷെ മലയാളി രക്ഷപ്പെട്ടില്ല. ഈ പറയുന്ന ദൂത് നിന്റെ അകത്ത് കയറുന്നുണ്ടോ? നീ പ്രതീക്ഷിക്കാത്ത ചിലതിനെ നിന്റെ വീട്ടിനകത്ത് ഒരുക്കുമെന്ന്. നയമാന്റെ ജീവിതത്തിൽ അവൻ ചിന്തിച്ചതാണോ? ഇത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ അവന്റെ ലൈഫിൽ അവൻ തിങ്ക് ചെയ്താണോ? അവന്റെ വീട്ടിൽ നിൽക്കുന്ന, അവൻ അടിമയായി പിടിച്ചോണ്ട് നിർത്തിയിരിക്കുന്ന പെങ്കൊച്ചാണ് അവന്റെ ജീവിതത്തിന് വഴിത്തിരിവിന് കാരണമാകാൻ പോകുന്നതെന്ന്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ വിരൽ ചൂണ്ടി ഒരപ്പോസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത തിരിവുകൾ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൊണ്ടുവരും. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കർത്താവിന് നന്ദി പറ. നിന്റെ ജീവിതത്തിൽ നീ ചിന്തിച്ചിട്ടില്ലാത്ത തിരിവുകൾ, കൈയടിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. സ്തുതിക്കുകയാണെങ്കിൽ അധരം തുറന്ന് സ്തുതിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ബ്രദറിനോട്, ആ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയോട്, നിന്റെ ബിസിനസിനോടുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തിനോടുള്ള ബന്ധത്തിൽ, നിന്റെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ കടയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ നീ ലോക്കായി പോയെടുത്തുന്ന നീ പ്രതീക്ഷിക്കാത്ത തിരിവുകൾ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. നിനക്ക് വിദ്യാഭ്യാസം കണ്ടെന്ന് വരില്ല, മറ്റുള്ളവരെ പോലെ തലയെടുപ്പുണ്ടായെന്ന് വരില്ല, മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ പദവിയോ പണമോ ഇല്ലായിരിക്കാം. പക്ഷേ നിന്റെ അകത്ത് കത്തിയ വെളിപ്പാട്, നിന്റെ അകത്ത് കത്തിയ വചനം, നിന്റെ അകത്ത് നീ അറിഞ്ഞ സത്യം അരമന നോക്കാതെ, വ്യക്തിയുടെ മുഖം നോക്കാതെ ഇന്ന് രാത്രി പറയാൻ തയ്യാറായാൽ ഇടുക്കി പട്ടണത്തെ നിന്റെ കൈകളിൽ ചുരുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും.
ദൈവാത്മാവിനോട് പറയുന്നു, ഞാൻ ആ ശബ്ദം എന്റെ കാതിൽ കേൾക്കുന്നു. നീ പ്രതീക്ഷിച്ചത് പലതും നടന്നില്ല, എന്നാൽ നീ എഴുതി വെച്ചോ, ഈ ഏപ്രിൽ മാസം ആരംഭിക്കുന്നത് മുതൽ പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അണപൊട്ടി ഒഴുകുന്ന ഒരു നദി പോലെ റിലീസ് ചെയ്യുക. നിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ചിലതിനെ ഒരുക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി എന്നോട് കർത്താവ് പറയുന്നു, പ്രോസ്പെരിറ്റിയുമായി ബന്ധപ്പെട്ട ദൂതന്മാർ ഇന്ന് രാത്രി പന്തലിൽ നിൽപ്പുണ്ട്. നീ ഇത് പിടിച്ചില്ലെങ്കിൽ ഇത് പിടിക്കാൻ വേറെ ആളുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സിറിയ എന്ന രാജ്യത്തിന്റെ ഈ പ്രഥമ മനുഷ്യൻ ആ പട്ടണത്തിൽ തന്റെ രാജ്യത്തിൽ ഡിക്ലെയർ ചെയ്തില്ലേ, ഇസ്രായേലിലെ യഹോവയല്ലാതെ വേറൊരു ദൈവം ഇല്ല. ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണെന്ന് ആമേൻ നയമാൻ പറഞ്ഞതിന്റെ കാരണം ഈ വീട്ടിൽ ജോലിക്ക് നിന്ന ആ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ അടിമയായി പിടിച്ചോണ്ട് നിർത്തിയ ആ പെങ്കൊച്ചു കാരണമല്ലേ ഇന്ന് രാത്രിയിൽ സഹോദര സഹോദരി രാജ്യത്തിന്റെ ശബ്ദമാക്കി ദൈവത്തിന് നിന്നെ മാറ്റാൻ കഴിയും. Receive it in the name of Jesus. വെറുതെ പറയുന്നതാണോ? വെറുതെ പറയുന്നതാണോ? ഇന്ന് ഫുള്ള് ഞാൻ തിരക്കായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ മീറ്റിങ്ങിന് വരുന്ന സമയം വരെ ഞാൻ ശുശ്രൂഷയിലായിരുന്നു. ഇതിന്റെ ഇടയിൽ ഞാൻ ഫോൺ എടുത്ത് ഇന്ന് വൈകിട്ട് കുറഞ്ഞത് 5 MP-മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയുള്ള 2 മണിക്കൂർ ഗ്യാപ്പിൽ ഇന്ത്യയിലെ 5 MP-മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്. എന്നിട്ട് അവർക്ക് അറിയണം ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിന്നെ രാജ്യത്തിന്റെ ശബ്ദമാക്കാൻ ദൈവത്തിന് കഴിയുമോ? വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു പെങ്കൊച്ചിനെ സിറിയ എന്ന രാജ്യത്തിന്റെ സൈന്യാധിപന്റെ സൗഖ്യത്തിനായി ദൈവം ഉപയോഗിച്ചു. അവൻ പോലും അറിഞ്ഞില്ല അവന്റെ ബന്ധത്തിനകത്ത് ഒരു കൊച്ചു പെങ്കൊച്ചിനെ ദൈവം ശേഷിപ്പിച്ചു. പക്ഷപാതക്കാരൻ സൗഖ്യമാകാൻ അവന്റെ ബന്ധങ്ങൾക്കകത്ത് 4 കൂട്ടുകാരെ, അവരെടുത്ത റിസ്ക് ചെറുതല്ല, 4 കൂട്ടുകാരെ ദൈവം ശേഷിപ്പിച്ചു. താങ്ക് യു ജീസസ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുകയാണ്, ഇതാ പ്രവാചകനായ എലിയാവ് സരഫത്തിലെത്തുന്നു. സാരാപത്തിന്റെ പട്ടണവാതിക്കൽ എത്തിയപ്പോ അവിടെ ഒരു വിധവ വിറക് വെറുക്കുകയായിരുന്നു. ഉടനെ ഏലിയാവ് എന്ന പ്രവാചകൻ അവളോട് ചോദിക്കുന്നു, എനിക്ക് ദാഹിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? അവൾ വെള്ളം എടുക്കാൻ തിരിയുമ്പോ ഏലിയാവ് പറയാണ്, സിസ്റ്റർ എന്തായാലും വെള്ളം എടുക്കാൻ പോവല്ലേ, 2 അപ്പവും കൂടെ ചുട്ടോണ്ട് വരുമോ? ഉടനെ അവൾ മറുപടി പറയുകയാണ്, യജമാനനാണ്, ഇതാ ഞാൻ ഒരു പിടി മാവും അല്പമെണ്ണയും 2 വിറകുമല്ലാതെ മറ്റൊന്നും ഇല്ല. 1 പിടി മാവ്, അല്പ എണ്ണ, 2 വിറക്. തമ്പുരാൻ പറയുന്നു, അതുണ്ടോ? അത്രയെങ്കിലും ശേഷിക്കുന്നുണ്ടോ? കൊണ്ടുവാ.
കൊണ്ടുവാ. ക്ഷാമകാലത്തും നിന്നെ ക്ഷേമമായി പോറ്റാൻ ആ ഒരു പിടി മാവിൽ നിന്നും അല്പം എണ്ണയെന്നും 2 വിറകിൽ നിന്നും ചരിത്രത്തെ തിരിക്കാൻ എനിക്ക് കഴിയും. ഇനി മറ്റൊരാലോചനയും കൂടെ ഞാൻ അതിൽ പറയുക. ഇതൊരു ഡിക്ലറേഷനാ. ഇത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് അബ്സല്യൂട്ട്ലി എനിക്കുള്ളതാ. ഹല്ലേലൂയ. അവൾ പറയുന്നു ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. അവളുടെ ലിമിറ്റേഷനാണ് അവൾ പറയുന്നത്. അവളുടെ പരിമിതിയാണ് പറയുന്നത്. ഞാനൊരു പരിമിതിക്കകത്ത് നിൽക്കുന്നവളാണ്. ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. ദൈവം തന്റെ അഭിഷിക്തനെ അവളുടെ അരികിലേക്ക് അയച്ചത് ഈ പരിമിതിയെ പൊളിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിന്റെ മേളിൽ നിൽക്കുന്ന സകല പരിമിതികളും, നിന്റെ ശുശ്രൂഷയുടെ മേൽ നിൽക്കുന്ന സകല പരിമിതികളും, നിന്റെ സാമ്പത്തികത്തിന്റെ മേൽ നിൽക്കുന്ന സകല പരിമിതികളും, പിശാച് നിനക്ക് വെച്ച സകല പരിമിതികളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. ഭയങ്കര ദൈവശക്തി ഇതിൽ ചലിക്കട്ടെ. ഉണ്ടോ? ഈ പന്തലിലുണ്ടോ? ജീവിതത്തിൽ എവിടെങ്കിലും ലിമിറ്റേഷൻ അനുഭവിക്കുന്നവരുണ്ടോ? പരിമിതികൾ അനുഭവിക്കുന്നവരുണ്ടോ? പിശാച് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വെച്ച പരിമിതി, നിന്റെ ശുശ്രൂഷയിൽ വെച്ച പരിമിതി, നിന്റെ സാമ്പത്തികത്തിൽ വെച്ച പരിമിതി, നിന്റെ അഭിഷേകത്തിൽ വെച്ച പരിമിതി, നിന്റെ സമാധാനത്തിൽ വെച്ച പരിമിതി, നിന്റെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിൽ വെച്ച പരിമിതി, ഇന്ന് രാത്രിയിൽ അഭിഷേകം പൊളിക്കട്ടെ. സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോ. I break it all the limitations in the mighty name of Jesus. I cancel it all the limitations in the name of Jesus. Kalabaya barabausa libre katemono hosa katabaha libre katama hosa kaziara. ആ ദൈവത്തിന്റെ അഭിഷിക്തൻ, the anointed one, the servant of the Lord, the great prophet of Israel, എലിയാവ് എന്ന പ്രവാചകൻ ആ വ്യക്തിയുടെ അരികിൽ വന്നത്, ആ സ്ത്രീയുടെ അരികിൽ ചെന്ന് നിന്നത്, അവളുടെ ജീവിതത്തിൽ സാഹചര്യവും പട്ടണവും സമൂഹവും ജീവിതവും വെച്ച ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പിടി മാവ്, അല്പ എണ്ണ, 2 വിറക്. എന്നും ഒരു പിടി മാവല്ല, എന്നും 2 വിറകല്ല, എന്നും അല്പം എണ്ണയല്ല. The anointing shall break the yokes. Come on, Shalabaladadaba. അഭിഷേകം നിന്റെ സാഹചര്യത്തെ മാറ്റും. ഇന്ന് രാത്രിയിൽ ഈ കട്ടപ്പനയിൽ നടക്കുന്ന മീറ്റിംഗ് ഇവിടുത്തെ സ്പിരിച്വൽ ക്ലൈമറ്റ് മാറ്റുക. സ്പിരിച്വൽ ക്ലൈമറ്റ് മാറ്റുക. ഇവിടുത്തെ സ്പിരിച്വൽ ക്ലൈമറ്റ്, all the spiritual climate, it is shining out in the name of Jesus. Kalabayo Shamanahaski. ക്ഷാമകാലത്തും സമൃദ്ധി ഉണ്ടാകാൻ ഒരു പിടി മാവ് ശേഷിപ്പിച്ചോ, അല്പ എണ്ണ ശേഷിപ്പിച്ചോ. ദൈവം ഒന്നും തുടങ്ങിയത് എല്ലാം എടുത്തു വെച്ചോണ്ടല്ല. ചിലര് പറയാറില്ലേ, ഞാൻ ഒന്നേന്നും പറഞ്ഞു തുടങ്ങിയാന്ന്. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, എനിക്ക് തുടങ്ങാൻ നിന്റെ കയ്യിലിരിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ, ഞാൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും. ഇന്ന് രാത്രി ഇല്ലാത്ത ആരോഗ്യം നിനക്കൊണ്ടാകാൻ പോവുക, ഇല്ലാത്ത സൗഖ്യം നിനക്കൊണ്ടാകാൻ പോവുക, തലമുറയില്ലാത്ത നിനക്ക് തലമുറ ഉണ്ടാകാൻ പോവുക, അഭിഷേകമില്ലാത്ത നിനക്ക് അഭിഷേകം ഉണ്ടാകാൻ പോവുക, വാതിലുകളില്ലാത്ത നിനക്ക് വാതിലുകൾ തുറക്കാൻ പോവുക. In the name of Jesus. All the limitations I break it down. ഈ പട്ടണത്തിന്റെ മേളിൽ ഒത്തിരി പരിമിതികൾ പിശാചി വെച്ചിട്ടുണ്ടല്ലേ?
ഒരു സഭയും ഇതിനപ്പുറത്തോട്ട് വളരുകയല്ലേ, ഒരു സഭയും ഇതിനപ്പുറത്തോട്ട് പോകുകയല്ലേ. 1000 പേരിൽ കൂടുന്ന ഒരു കൂട്ടോടെ വരികയല്ലേ. പൈശാചിക മണ്ഡലം എഴുതി വെച്ചോ, 10,000 ഒന്നിച്ച് ആരാധിക്കുന്നു. In the name of Jesus. എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ പരിധിയില്ല, എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ പരിമിതിയില്ല, എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ മാക്സിമം ഇല്ല. അവന് ഫെൻസുകളില്ല, അവന് മതിലുകളില്ല. യേശുവിന്റെ നാമത്തിൽ അവൻ സകലത്തെയും ഉളവാക്കുന്ന ദൈവം. How many people are facing the limitations? Limitations. ഈ പഞ്ചായത്ത് വിട്ട് നിനക്ക് വേറെ എങ്ങും ശുശ്രൂഷയുടെ വാതിലില്ലല്ലേ. കേരളം വിട്ട് നീ എങ്ങും പോയിട്ടില്ലല്ലേ. കേരളത്തിൽ തന്നെ നിനക്കൊരു മീറ്റിങ്ങിന് വേണ്ടി നീ പ്രാർത്ഥിക്കുവല്ലേ. നീ ഇങ്ങനെ പാസ്പോർട്ട് മാല പോലെ തൂക്കി പിടിക്കുവന്നേ. വിസ അടിച്ച് പേജ് തീരും, വിസ അടിച്ച് പേജ് തീരും. Hey, I'm coming. Thank you, Holy Spirit. ഇവിടെയും ഞാനൊരു ശേഷിപ്പ് കാണുന്നു. ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. നയമാൻ സൗഖ്യമാകാൻ അവളുടെ വീട്ടിൽ, അവന്റെ വീട്ടിൽ ശേഷിപ്പിച്ച ഒരു കൊച്ചു മകളെ ഞാൻ കാണുന്നു. പക്ഷപാതക്കാരൻ സൗഖ്യമാകാൻ അവന്റെ ബന്ധങ്ങളിൽ ദൈവം ശേഷിപ്പിച്ച 4 കൂട്ടുകാരെ ഞാൻ കാണുന്നു. നിങ്ങൾക്കറിയാവോ, 12 വർഷമായി മർക്കോസ് 5:25 മുതലുള്ള വാക്യം വായിക്കുമ്പോ 12 വർഷമായി രക്തസ്രവമുണ്ടായിട്ട് പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. 12 വർഷമായി ട്രീറ്റ്മെന്റിലാണ്. എന്താണ് അവളുടെ പ്രശ്നം? ബ്ലീഡിംഗ് ഇഷ്യൂ. വേദപുസ്തകം വ്യക്തമാക്കുന്ന ഒരു സത്യമുണ്ട്, രക്തത്തിലല്ലയോ ജീവൻ ഇരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു പോയാൽ അവന്റെ ജീവൻ പോകും. 12 വർഷമായി വസ്തുവും വീടും പറമ്പും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഈ സ്ത്രീ, അവളെ ഒന്ന് നോക്കിയേ. എന്റെ ഒരു ചിന്തയാണ്, ഈ 12 വർഷമായി ബ്ലീഡിംഗ് ഉള്ള ഇവൾ വളരെ ടയേർഡാണ്. ചുമ്മാ ഇരുന്ന് കേൾക്കരുത്, ശരിയാണെങ്കിൽ സമ്മതിക്കണം. 12 വർഷമായി, 12 ദിവസമല്ല, 12 മണിക്കൂറല്ല, 12 മിനിറ്റ് അല്ല, 12 വർഷം രക്തം ആവശ്യക്കൊണ്ടിരിക്കുന്ന ബ്ലഡ്. അവൾ വളരെ ക്ഷീണിതയാണ്. എന്റെ ചിന്തയിൽ അവളുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്. അവളുടെ മാനസിക നിലവാരങ്ങൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവൾക്കൊരു നല്ല ലൈഫ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിലെ പ്രതീക്ഷ മുഴുവൻ പോയവളാണ്. എണ്ണീറ്റ് നിൽക്കാനുള്ള കെൽപ്പ് ഒരുപക്ഷെ അവൾക്കുണ്ടായെന്ന് വരില്ല. എന്നാൽ യേശു കർത്താവ് പട്ടണത്തിൽ വന്നപ്പോ ഇത്രയും വലിയ പുരുഷാരത്തിന്റെ ഇടയിലൂടെ, തിക്കുകളുടെയും തിരക്കുകളുടെയും ഇടയിലൂടെ തിക്കുന്നവരെയും തിരക്കുന്നവരെയും വകഞ്ഞു മാറ്റി
അതിനകത്തൂടെ കയറി ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെ തൊടാൻ ഒരാരോഗ്യം എന്റെ ദൈവം അവളിൽ ബാക്കി വെച്ചിരുന്നു. എന്റെ ദൈവം അവളിൽ ശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ആരോഗ്യം അവളിൽ ശേഷിപ്പിച്ചത് കൊണ്ടല്ലേ അവൾ സൗഖ്യമായി. അടുത്ത സംഭവം മർക്കോസ് 9:20 മുതൽ 21 വരെ. യേശു ചോദിക്കുന്നു, ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അപ്പനോട് ചോദിച്ചതിന് ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. എന്റെ ചോദ്യം, പിന്നെ എന്താ നശിപ്പിക്കാഞ്ഞേ? കുഞ്ഞു പ്രായം മുതൽ ഈ ചെറുപ്പക്കാരനിൽ, ഈ മകനിൽ, ഈ ബാലകനിൽ അശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രിയിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നിങ്ങൾ കാണും കൂട്ടമായി ഇവിടുന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുമാറുന്നത്. കുഞ്ഞു പ്രായം മുതൽ അവനിൽ അശുദ്ധാത്മാക്കളുണ്ട്. ആ അശുദ്ധാത്മാവ്, ആ ദുരാത്മാവ് തീ കാണുമ്പോൾ തീ തള്ളിയിടും, വെള്ളത്തിനടുത്ത് ചെല്ലുമ്പോൾ വെള്ളത്തിൽ തള്ളിയിടും. അതെപ്പോൾ മുതലാണ്? ചെറുപ്പം മുതൽ. എന്തിനു വേണ്ടിയാണ്? നശിപ്പിക്കേണ്ടതിന്. നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇത്രയും വർഷങ്ങളായി പിശാചി പണി മുഴുവൻ പണിഞ്ഞിട്ടും നിനക്കെന്തേ ഒന്നും പറ്റാഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, സാക്ഷിയാക്കാനാണ്. നിന്നെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്, നിന്നെ ഒരു ചരിത്രമാക്കാൻ വേണ്ടിയാണ്, നിന്നെ ഈ പുസ്തകത്തിനകത്ത് ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ ചിലർ ഇവിടെ പറയും, അവരാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ പറയും, പാസ്റ്ററെ, മരിക്കാനായിരുന്നെങ്കിൽ എന്നേ മരിച്ചേനെ, ചാകാനായിരുന്നെങ്കിൽ എന്നേ ചത്തേനെ, തീരാനായിരുന്നെങ്കിൽ എന്നേ തീർന്നേനെ. പക്ഷെ ഇന്ന് രാത്രിയിലും ഇവിടെ വന്ന് ഞാൻ ഇരിക്കുന്നതിന്റെ കാരണം എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാ എന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യാം. പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടെങ്കിലും എന്താണ് വെള്ളത്തിന്റെ പ്രത്യേകത? പിശാച് തരുന്ന അനുഭവങ്ങളാണത്. പിശാച് തരുന്ന അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അനുഭവം? തീയുടെ അനുഭവം. പൊള്ളിക്കുകയാണ്, ചൂടുപിടിപ്പിക്കുകയാണ്, മനസ്സിന് ചൂടുപിടിപ്പിക്കുകയാണ്, വെപ്രാളം കയറുകയാണ്. വെള്ളത്തിന്റെ അനുഭവം എന്താണ്? സഫോക്കേഷൻ, ശ്വാസം മുട്ടിക്കുകയാണ്. ചിലർ ഇന്ന് രാത്രി ഇവിടുന്ന് പറയുന്നില്ലേ വീർപ്പ് മുട്ടുകയാണെന്ന്? അതല്ല, ഇന്ന് രാത്രി ഇറങ്ങിപ്പോവും. ഈ ഓൺലൈനിൽ കാണുന്ന നിന്റെ ലൈഫിനെ, നിന്റെ വീട്ടിനകത്ത് വീർപ്പ് മുട്ടിച്ചോണ്ടിരിക്കുന്ന, സഫോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുപോകും. അവന്റെ ആയുസ്സിനെ ദൈവം ശേഷിപ്പിച്ചു. ആ കാരണം കൊണ്ടല്ലേ അപ്പൻ കയ്യെ പിടിച്ച് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി യേശു അവനെ വിടുവിച്ചത്. അപ്പോ ആയുസ്സിനെ ശേഷിപ്പിച്ചു. 4 കൂട്ടുകാരെ ശേഷിപ്പിച്ചു. ഒരു രാജ്യം, ജീവനുള്ള ദൈവം യഹോവയാണെന്ന് തിരിച്ചറിയേണ്ടതിന് വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരി പെങ്കൊച്ചിനെ ശേഷിപ്പിച്ചു. മരിച്ചു പോകേണ്ട, ആത്മഹത്യ ചെയ്യേണ്ട സെറഫത്തിലെ വിധവയും പൈതലിനെയും വിടുവിക്കാൻ ഒരു പിടി മാവും അല്പമെണ്ണയും ശേഷിപ്പിച്ചു.
യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ സ്വർഗത്തിൽ വന്ന് നിൽക്കുകയാണ്. യോബിന്റെ പുസ്തകം 2:6 യഹോവ സാത്താനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, പക്ഷേ അവന്റെ പ്രാണനെ മാത്രം തുടരുത്. അവന്റെ ആടിനെയോ കാളയോ വീടോ വസ്തുവോ എന്നാ വേണേലും നീ എടുത്തോ, പക്ഷെ അവന്റെ പ്രാണനെ ശേഷിപ്പിക്കണം. കാരണം നീ ശേഷിപ്പിക്കുന്ന ആ പ്രാണനില്ലേ, ആ പ്രാണൻ അവിടെ കിടന്നാ മതി, അവിടുന്ന് ഞാൻ തുടങ്ങും. ഇന്ന് രാത്രി ആയുസോട് ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, അനുഗ്രഹിക്കപ്പെടും. അവിടുന്ന് ഞാൻ തുടങ്ങും. ആയുസിനെ ശേഷിപ്പിച്ചു, ആയുസിനെ ശേഷിപ്പിച്ചു. കർത്താവിന് വർധനവ് കൊണ്ടുവരാൻ ആ കൊടുങ്കാട്ടിനകത്ത് 5 അപ്പവും 2 മീനും ശേഷിപ്പിച്ചു. യേശുവിന് വീഞ്ഞുണ്ടാക്കാൻ ആ വീട്ടിൽ കിണറ്റിനകത്ത് കുറച്ച് വെള്ളം ശേഷിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന് എലീശായുടെ മേലിലുള്ള വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ അവന്റെ അസ്ഥിയെ ശേഷിപ്പിച്ചു. ഒരുത്തനെ അവിടെ അടക്കം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്ന് ആ ശരീരം വലിച്ചെറിഞ്ഞിട്ട് പോയപ്പോൾ എലീശായുടെ അസ്ഥിയിൽ തട്ടി മരിച്ചവൻ എഴുന്നേറ്റ് നിന്നു. വാഗ്ദത്തം ഫുൾഫിൽ ചെയ്യാൻ, കംപ്ലീറ്റഡ് ആകാൻ അസ്ഥി ശേഷിപ്പിച്ചു. എല്ലാത്തിനകത്തും ഞാനൊരു ശേഷിപ്പ് കാണുക. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ ജീവിതം നന്മയായി മാറാൻ നിന്നെ ദൈവം ഭൂമിയിൽ ശേഷിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. അവരോട് കർത്താവ് പറയുന്നു, മീഖായുടെ പ്രവചനം 2:12-13 യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. മീഖ 2:12-13 ഒരു ശേഷിപ്പിനെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ഇടുക്കിയോട് കർത്താവ് പറയുന്നു, ഒരു ശേഷിപ്പിനെ ദൈവം ഒരുമിച്ച് കൂട്ടും. തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ ഒരുമിച്ച് കൂട്ടും. ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ശേഷിപ്പ് ഈ പട്ടണത്തിലുണ്ട്. ഇവരെ എല്ലാം കൂടെ തമ്പുരാൻ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി ജനക്കൂട്ടം നിമിത്തം അവിടെ വലിയ മുഴക്കം ഉണ്ടാകും. That sound is the sound of revival. That sound is the sound of revival. അത് ഉണർവിന്റെ മുഴക്കാണ്. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ വിനോദിനോട് പറഞ്ഞു, ചെറുതോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടുക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇടുക്കി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഫ്ലഡ്, വെള്ളപ്പൊക്കം, അസാധാരണമായ നിലയിൽ, ആർക്കും ഒഴിവില്ലാത്ത നിലയിൽ ഒരു വലിയ പ്രളയം, ഫ്ലഡ് ഇടുക്കിയോടുള്ള ബന്ധത്തിൽ ഒരു രാത്രിയിൽ ഞാൻ ഡ്രീമിൽ കാണുകയാണ്. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആദ്യം ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ പാസ്റ്റർ വിനോദിന് ഞാൻ മെസ്സേജ് അയച്ചു, ചെറുതോണിക്ക് വേണ്ടി, ഇടുക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിൽ ഒന്ന് കൈ ഉയർത്തി പിടിക്കാവോ? എല്ലാ പൈശാചിക പദ്ധതികളും
മാറിപ്പോയിട്ട് ഒരു ഉണർവിന്റെ സുനാമി ഇവിടെ അടിക്കട്ടെ. Thank you, Jesus. ഞാൻ കർത്താവിന്റെ ശേഷിപ്പാണ്. എന്നെ ദൈവം ഒരു ശേഷിപ്പായി നിർത്തിയിരിക്കുകയാണ്. എന്റെ വീട്ടിൽ ഞാൻ കർത്താവിന് വേണ്ടി ഒരു ശേഷിപ്പാണ്. എന്റെ പട്ടണത്തിൽ ഞാൻ അവന്റെ ഒരു ശേഷിപ്പാണ്. കൈകളെ ഉയർത്താം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. Praise the Holy Ghost. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ലിസൺ. ഇത്ര വലിയ യെരിഹോ മതിൽ വീഴ്ത്താൻ ജോഷുവയെ, പുരോഹിതന്മാരെ, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവര് പറയുന്നു, ഒരു കാഹളം അല്ലാതെ വേറെ ഒന്നുമില്ല. തമ്പുരാൻ പറയുന്നു, മതി, ഊതിയോ. ഏലാ താഴ്വരയിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ വീഴ്ത്താൻ ദാവീദേ, നിന്റെ പക്കൽ എന്തുണ്ട്? വേലുണ്ടോ, വടിയുണ്ടോ, വാളുണ്ടോ, പരിചയമുണ്ടോ, ശൗലിന്റെ പടച്ചട്ടയുണ്ടോ? ഇല്ല. എന്നാ ഉണ്ട്? എന്റെ കയ്യിൽ 5 കല്ലിന്റെ ശേഷിപ്പുണ്ട്. തമ്പുരാൻ പറഞ്ഞു, 5 എണ്ണം വേണ്ട, 1 എണ്ണം മതി, എറി. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിൽക്കലിരിക്കുന്ന മുടന്തനെ നടത്താൻ പത്രോസേ, നിന്റെ പക്കൽ എന്തുണ്ട്? പൊന്നുണ്ടോ? ഇല്ല. വെള്ളിയുണ്ടോ? ഇല്ല. പിന്നെന്നോ ഉണ്ട്? എന്റെ അധരത്തിലൊരു നാമമുണ്ട്. തമ്പുരാൻ പറഞ്ഞു, പറയടാ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. നിന്റെ കയ്യിലുള്ള അല്പത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ കയ്യിലുള്ള അല്പത്തെ ദൈവം അത്ഭുതമാക്കാൻ പോവുകയാണ്. ഭയങ്കര ദൈവശക്തി ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. ആരാധിക്കേണ്ടവർ ആരാധിച്ചോണം, പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോണം. നീ ഒരു ശേഷിപ്പാണ്. ദൈവം നിന്നെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. നീ ഒരു അത്ഭുതമാകും. നീ ഒരു അനുഗ്രഹമാകും. In the name of Jesus. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശു വീണ്ടും പ്രത്യക്ഷനാകും. ഇടുക്കി ദേശം കേട്ടുകൊള്ളുക, യേശു വരാറായി. യേശു മടങ്ങി വരാറായി. യേശു ആരെ ചേർക്കാനാ മടങ്ങി വരുന്നേ? ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവീൻ. വിശാലമായ വാതിൽ നാശത്തിന്റെ പാത. ജീവന്റെ വഴിയോ ഇടുക്കോ ഞെരുക്കോ ഉള്ളത്. കടക്കുന്നവർ ചുരുക്കം. ആ ചുരുക്കത്തെ, ആ ശേഷിപ്പിനെ കൊണ്ടുപോകാനാ വരുന്നേ. ആ ശേഷി
ശേഷിപ്പിനെ കൊണ്ടുവരാൻ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആ ചുരുക്കത്തെ കൊണ്ടുപോകാനാ വരുന്നേ. പറയാവോ? അതിൽ ഞാൻ ഉണ്ടാവണം. ഈ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ശേഷിപ്പാ ഞാൻ. എന്നിലും ശക്തന്മാർ, എന്നിലും ഭക്തന്മാർ, എന്നിലും ശക്തന്മാർ. ഈ മണ്ണിൽ പട്ടുപോയപ്പോൾ, തകർന്നു പോയപ്പോൾ ഒരു ശേഷിപ്പായി തമ്പുരാൻ എന്നെ ഇതിനകത്ത് നിർത്തിയെങ്കിൽ